ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യോഹന്നാൻ 14:27. അനുകൂല സാഹചര്യങ്ങളിൽ മാത്രം ലഭിക്കുന്ന സമാധാനമല്ല, വിപരീത സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഉണ്ടായിരിക്കുന്ന സമാധാനമാണ് ജീവിതത്തിന് ആവശ്യം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സിന് ഒരു തരം സ്വസ്ഥത ലഭിക്കും. എന്നാൽ എപ്പോഴും ചുറ്റുപാട് അനുകൂലമായിരിക്കയില്ലല്ലോ. അപ്പോഴും ഉണ്ടായിരിക്കുന്ന സമാധാനമാണ് യേശു തരുന്ന സമാധാനം. ഒരു സങ്കല്പ ചിത്രീകരണം ഇവിടെ ഉദ്ധരിക്കട്ടെ. കർത്താവ് തൻ്റെ മരണത്തിനു മുമ്പ് ഒരു ഭാഗപത്രം തയ്യാറാക്കി. തൻ്റെ വസ്ത്രം ഭടന്മാർക്കും ശരീരം അരിമത്യാക്കാരൻ ജോസഫിനും കൊടുത്തു. സ്വന്തം ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചു. മാതാവിനെ യോഹന്നാൻ്റെ സംരക്ഷണയിലും ആക്കി. നിസ്സഹായരായ ശിഷ്യന്മാർ കാത്തുനിന്നു. അവർക്ക് കൊടുത്ത അവകാശമാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ സമാധാനം അവർക്ക് കൊടുത്തു. അത് ലോകം തരുന്ന സമാധാനത്തിന് തുല്യമല്ല. കർത്താവായ യേശുവിലൂടെ ലഭിക്കുന്ന സമാധാനം ഒരു രീതിയിലും ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. സാഹചര്യം വിപരീതമായാലും കർത്താവ് തരുന്ന സമാധാനം നിലനിൽക്കും. ഭൗതിക ഉപാധികളോട് അത് ബന്ധപ്പെട്ടതല്ല, ആത്മീയ മുഖാന്തരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് കർത്താവിൻ്റെ സമാധാനം. സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ശക്തമാണ്. ജീവിക്കുന്ന യേശു കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ സമാധാനമുള്ളവർ ആയിരിക്കും. രാത്രിയിൽ വിജന സ്ഥലത്തുകൂടി ഏകനായി സഞ്ചരിക്കുന്ന ആളിലുണ്ടാകുന്ന ഭയം ഒരു സഹചാരിയെ ലഭിച്ചു കഴിയുമ്പോൾ ഇല്ലാതാകും. അതുപോലെ ഉയർത്തെഴുന്നേറ്റ യേശു കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് ഭയം ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത അവകാശമായിരുന്നു അത്. യേശുവിൻ്റെ സാമീപ്യം വിശ്വസിക്കുന്നവർ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്തിൽ ജീവിക്കും. സാഹചര്യങ്ങൾ തരുന്ന സമാധാനം മാറിപ്പോകും. യേശു തരുന്ന സമാധാനം മാറിപ്പോവുകയില്ല. അതിനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറട്ടെ. അയ്യമസമയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ സമൃദ്ധമായിട്ട് ഒഴുകട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.